ഇവിടെ മറ്റേ 51ാമത്തെ പേജിലാണ്. 51ാമത്തെ പേജിൽ യൂണിറ്റ് 1 ഇതിൽ 35 to 44 മുതൽ മൂഢലക്ഷണങ്ങളാണ് പറയുന്നത്. 35 ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി 36 പറയാണ്. സ്വമർത്ഥം പരിത്യജ്യ പരാർത്ഥം അനുതിഷ്ഠതി മിഥ്യാചരതി മിത്രാർത്ഥേ യശ്ച മൂഢസ്സ ഉച്യതേ. സ്വം അർത്ഥം പരിത്യജ്യ, യാതൊരാളാണ് തൻ്റെ കാര്യം ഒക്കെ ഒഴിവാക്കിയിട്ട്, തൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ കാര്യം, യഹ ജനഹ സ്വകീയം കാര്യം വിഹായ പരാർത്ഥം അനുതിഷ്ഠതി, പരകാര്യം കരോതി, വേറെ ആളെ കാര്യങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാണ്ട് പോയിട്ട് ചെയ്യാം. പിന്നെ യജ മിത്രാർത്ഥയെ മിഥ്യാചരതി, കൂട്ടുകാർക്ക് വേണ്ടി ഇങ്ങനെ കൂട്ടുകാർക്കോ കൂട്ടുകാരനോ വേണ്ടി ഇങ്ങനെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ നടക്കാം, വെറുതെ നടക്കാം. സ മൂഢ ഉച്യത, അയാള് മൂഢൻ എന്ന് പറയപ്പെടുന്നു എന്നർത്ഥം. അടുത്ത ശ്ലോകം പറഞ്ഞാൽ 37. അകാമാൻ കാമയതി യഹ് കാമയാനാൻ പരിത്യജേത് ബലവന്തം ച യോ ദ്വേഷ്ടി തമാഹുർ മൂഢചേതസം. യഹ് അകാമാൻ കാമയതി, തന്നെ അകാമാൻ തനിക്ക് ഇഷ്ടപ്പെടാത്തവരെ, തനിക്ക് കാമിക്കണ്ടാത്ത സ്നേഹിക്കണ്ടാത്ത ആളുകളെ കാമിക്കുക, തന്നെ ഇഷ്ടപ്പെടാത്തവരെ പോയിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടുക വെറുതെ. പിന്നെ കാമയാനാൻ പരിത്യജേത്, തന്നെ ആഗ്രഹിക്കുന്നവരെ, താൻ കൂടെ വേണമെന്ന് വിചാരിക്കുന്നവരെ ഉപേക്ഷിക്കുക. പിന്നെ ബലവന്തം ദ്വേഷ്ടിച്ച, ഈ യാതൊരുവൻ വലിയ ശക്തിയുള്ളവനോട് വിരോധം കാണിക്കുക. ബലിനം വൈരായതയച്ച, അയാളോട് വിരോധം കാണിക്കുക, വലിയ ശക്തിയുള്ള ആൾക്കാരോട് വിരോധം കാണിക്കുക. ഇവരെ അയാളെ മൂഢചേതസം ആഹു, അവനെയും മൂഢചേതസൻ എന്നാണ് പറയുന്നത്. മൂഢമായ മനസ്സോടുകൂടിയവൻ എന്നാണ് പറയുന്നത് എന്നർത്ഥം. പിന്നെയും പറയുകയാണ് 38ാമത്തെ ശ്ലോകം. അമിത്രം ഗുരുതേ മിത്രം മിത്രം ദ്വേഷ്ടി ഹിനസ്തിജ കർമ്മചാരപതേ ദുഷ്ടം തമാഹുർ മൂഢചേതസം. ഈ ശ്ലോകങ്ങളിലൊക്കെ മൂഢനെ പറ്റിയാണ് പറയുന്നത്. അമിത്രം മിത്രം ഗുരുതേ, അമിത്രം എന്ന് പറഞ്ഞാൽ ശത്രു, ശത്രുവിനെ മിത്രമാക്കിയിട്ട് കണക്കാക്കുക. പിന്നെ മിത്രം ദ്വേഷ്ടി, യഥാർത്ഥത്തിൽ സുഹൃത്തായിട്ടുള്ള ഒരാളോട് അസൂയ കാണിക്കുക. ദ്വേഷ്ടി, അയാളോട് വിരോധം കാണിക്കുക. ഹിനസ്തിച്ച, അയാളെ കൊല്ലാൻ വല്ല വഴിയുണ്ടോ നോക്കുക. നാശയതി ച, അയാളെ നശിപ്പിക്കുക. ദുഷ്ടം കർമ്മം ച ആരഭതയെ, ദുഷ്ടകർമ്മം, ദുഷ്ടമായുള്ള കർമ്മം ആരംഭിക്കുകയും ചെയ്യുന്നു. അയാളെയും മൂഢൻ എന്നാണ് പറയുക. പിന്നെ പറയാണ് സംസാരേതി കൃത്യാനി സർവത്ര വിചികിത്സതയെ. 39ാമത്തെ ശ്ലോകമാണ്. ചിരം കരോതി ക്ഷിപ്രാർത്ഥയെ സ മൂഢോ ഭരതർഷഭ. അല്ലയോ രാജാവേ, ഇയാളാണ് കൃത്യാനി സംസാരേതി, സ്വന്തം കാര്യങ്ങളിങ്ങനെ സംസരിപ്പിക്കുക, താൻ ചെയ്യേണ്ടത് സംസരിപ്പിക്കുക. സംസരിപ്പിക്കാറിന് ഒരാളോട് പറഞ്ഞ് വേറെ ആളോട് പറഞ്ഞ് ഭൃത്യന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. കൃത്യാനി, ഇയാൾ കൃത്യത്യം എന്ന് പറഞ്ഞാൽ ഇയാൾ ചെയ്യേണ്ടതാണ്, ഇയാൾ പോയി നേരിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ കൃത്യാനി സംസാരേതി, മറ്റുള്ളവരെ കൊണ്ട് സംസരിപ്പിക്കുന്നു, വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. സർവത്ര വിജികിത്സതയെ, എല്ലാ കാര്യത്തിലും ഒരു സംശയം പ്രകടിപ്പിക്കുക. വിജികിത്സ എന്ന് പറഞ്ഞാൽ സംശയമാണ്. ക്ഷിപ്രാർത്ഥയെ ചിരം കരോച, വേഗം വേണ്ട കാര്യം ഇയാൾ വളരെ വൈകിട്ട് ലേറ്റായിട്ട് ചെയ്യുന്നു, വിളംബത്തോടു കൂടി ചെയ്യുന്നു. ഭരതർഷഭ സ മൂഢ, അല്ലയോ രാജാവേ, രാജശ്രേഷ്ഠ, അദ്ദേഹമാണ് മൂഢൻ എന്ന് പറയാണ്. പിന്നെയും പറയാണ് ശ്രാദ്ധം പിതൃഭ്യോ ന ദദാതി. പിന്നെ ദൈവതാനി ന ചാർച്ചതി സുഹൃൻ മിത്രം ന ലഭതേ തമാഹുർ മൂഢചേതസം. പിതൃഭ്യ ശ്രാദ്ധം ന ദദാതി, പിതൃക്കൾക്ക് ഇയാൾ ശ്രാദ്ധങ്ങളൊന്നും കൊടുക്കില്ല, ബലിയിടലോ ആ ജാതി ഒരു കാര്യം നടത്തില്ല. പിന്നെ ദൈവതാനി ചെന്ന അർച്ചതി, യാതൊരു ദേവതകളെയും ഇയാൾ പൂജിക്കാൻ പോവില്ല. അർച്ചിക്കുക എന്ന് പറഞ്ഞാൽ ദൈവതാനി ച ന അർച്ചതി, യാതൊരു അർച്ചനയും പൂജകളൊന്നും ദേവീദേവന്മാർക്കൊന്നും ആർക്കും ചെയ്യാൻ പോവില്ല. സുഹൃൻ മിത്രം ച ലഭതേ, സുഹൃത്തുക്കളായിട്ട് നല്ല ഹൃദയം ഉള്ള കൂട്ടുകാരൊന്നും അയാൾക്ക് ഉണ്ടാവില്ല.
തം മൂഢചേതസം ആഹു. അയാൾ മൂഢചേതസൻ എന്നാണ് പറയുക, മൂഢൻ എന്നാണ് ആൾക്കാർ പറയുക എന്നർത്ഥം. അനാഹൂത പ്രവിശതി അസ്പൃഷ്ടോ ബഹുഭാഷതയെ അവിശ്വസ്തേ വിശ്വസിതി മൂഢചേതാ നരാധമഃ. മൂഢചേതാ നരാധമഃ എന്ന് പറഞ്ഞിട്ട് അന്വയം ആരംഭിക്കുന്നു. അപ്രകാരമുള്ള ആൾ മൂഢചേതസ്സായിട്ടുള്ള നരാധമൻ, മനുഷ്യന്മാരിൽ അധമനായിട്ടുള്ളവൻ, അനാഹൂത പ്രവിശതി, വിളിക്കാണ്ട് അയാളെ വിളിച്ചു വരുത്താണ്ട് തന്നെ അയാൾ തന്നെത്താനെ വരും. അയാളെ വിളിക്കൊന്നും കൊണ്ട് ആവശ്യമില്ലാണ്ട് വന്ന് കയറും എന്നർത്ഥം. അസ്പൃഷ്ട അഭി ബഹുഭാഷത, അയാളോട് ഒന്നും ചോദിക്കാണ്ട് തന്നെ അയാൾ വളരെയധികം പറയും. അവിശ്വസ്തയെ വിശ്വസിതി, വിശ്വാസം അർപ്പിക്കാൻ പറ്റാത്ത കാട്ടുകള്ളന്മാരൊക്കെയാണ് ഒക്കെ ആയിരിക്കും അയാൾക്ക് വിശ്വാസം. അങ്ങനത്തെ ആളുകളാണ് മൂഢന്മാരെന്ന് പറയുന്നത്. അടുത്ത ശ്ലോകത്തിലേക്ക് വന്നാൽ 42. പരം ക്ഷിപതി ദോഷേണ വർത്തമാന സ്വയം തഥാ യശ്ച കൃത്യത്യനീശാന സജ മൂഢതമോ നര. യ സ്വയം തഥാ വർത്തമാന അപ്പി പരം ദോഷേണ ക്ഷിപതി. യാതൊരാളാണ് സ്വയം അപ്രകാരം ഉള്ളവനാണെങ്കിൽ പോലും പരന്മാരെ, മറ്റുള്ളവരെ ദോഷം കൊണ്ട് ആക്ഷേപിക്കുന്നത്. താൻ തന്നെ ദോഷൻ, മറ്റുള്ള ആൾക്കാരെ പോലെ ദോഷമുള്ള ആളാണ്. യാ സ്വയം തഥാ വർത്തമാന അഭി, മറ്റുള്ളവരെ പോലെ ഇയാളും ഒരു ദോഷമുള്ള ആളാണ്, പല ദോഷങ്ങളുള്ള ആളാണ്. എന്നാലും ഇയാൾ പരം ദോഷേണ ക്ഷിപതി, മറ്റുള്ള ആളുകളെ ദോഷം കൊണ്ട് ദോഷപൂർണത്വേന ആക്ഷിപതി, അവരുടെ ദോഷമൊക്കെ ഇങ്ങനെ ഓരോന്ന് എണ്ണിപ്പറച്ച് ഇയാൾ അവരെ എണ്ണിപ്പെറുക്കി അവരെങ്ങനെ ആക്ഷേപിക്കും. പിന്നെ അനീശാനസന്നപി കൃത്യതിച്ച സ മൂഢതമഃ നരഹ. അനീശാനസന്നപി, അദ്ദേഹം അവരെയൊന്നും ഇയാൾ ദേഷ്യം പിടിച്ച് ചീത്തറിയുന്ന ആൾക്കാരെ പ്രഭുവോ മാനേജറൊന്നല്ല. അപ്രഭു സൻ അപി, ഇയാള് ഇവരൊക്കെ പ്രഭു അല്ലാണ്ടിരിക്കെ തന്നെ പരേഭ്യ കൃത്യതിച്ച, മറ്റുള്ള ആൾക്കാരോട് ക്രോധത്തോടുകൂടി സംസാരിക്കുക. അതെടുക്ക് എന്നൊക്കെ ഇങ്ങനെ വലിയ ആജ്ഞാശക്തിയോടുകൂടെ പറയും. ഉറക്കെ ഇങ്ങനെ തൊള്ളയിട്ടുകൊണ്ട് സംസാരിക്കും. സ മൂഢതമഃ നരഹ, അയാള് മഹാവിഡ്ഢിയാണെന്ന് പറയുക. ആത്മനോബലം അജ്ഞായ ധർമാർത്ഥ പരിവർജിതം അലഭ്യമിച്ഛൻ നൈഷ്കർമ്യാത് മൂഢബുദ്ധിരിഹോച്യതേ. ആത്മനോബലം അജ്ഞായ ധർമാർത്ഥ പരിവർജിതം അലഭ്യമിച്ഛൻ നൈഷ്കർമ്യാൻ മൂഢബുദ്ധിരിഹോച്യതേ. അലഭ്യം ഇച്ഛൻ നൈഷ്കർമ്യാത് മൂഢബുദ്ധി ഇവ ഉച്യതേ. ഇവിടെ പറയാണ് ആത്മനഃ ബലം അജ്ഞായ. 43-ാമത്തെ ശ്ലോകമാണ്. ആത്മനഃ ബലം അജ്ഞായ, തൻ്റെ ബലം അറിയാണ്ട്, തൻ്റെ ശക്തി അറിയാണ്ട്, നൈഷ്കർമ്യാത് യാതൊന്നും ചെയ്യാണ്ട്, യാതൊരു പരിശ്രമവും ചെയ്യാണ്ട്, ധർമാർത്ഥ പരിവർജിതം ധർമ്മേണ അർത്ഥേനച വിഹീനം, ധർമ്മമായതും ധർമ്മമോ അർത്ഥമോ ഇല്ലാത്തതും, അലഭ്യം ഇച്ഛൻ, ധർമ്മമോ അർത്ഥമോ ഇല്ലാത്തതും, പിന്നെ അലഭ്യമായതും കിട്ടാൻ വിഷമമുള്ളതുമായിട്ടുള്ള വസ്തുവിനെ ആരാഗ്രഹിക്കുന്നുവോ ഇയാള് സഹ ഇഹ മൂഢബുദ്ധി ഉച്യതേ. അപ്പൊ തൻ്റെ ശക്തി ശരിയാണ്, തൻ്റെ ശക്തിനെ പറ്റി അറിയില്ല, യാതൊരു പരിശ്രമവും ചെയ്യില്ല, എന്നാലും ധർമ്മവും അർത്ഥമൊന്നും ഇല്ലാത്തതായ കിട്ടാൻ വളരെ വിഷമമുള്ള വസ്തു വേണമെന്ന് വിചാരിക്കാം. ആ ആളെ ഈ ലോകത്തിൽ മന്ദബുദ്ധി അഥവാ വിഡ്ഢി എന്നാണ് പറയാം. പിന്നെയോ അശിഷ്യം ശാസ്തി യോ രാജൻ. 44-ാമത്തെ ശ്ലോകമാണ്. യശ്ച ശൂന്യം ഉപാസത്തെ കദര്യം ഭജതേ യശ്ചിതമാഹുർമൂഢചേതസം. ഹേ രാജൻ, അല്ലയോ രാജാവേ, യഹ അശിഷ്യം ശാസ്തി, അശിഷ്യനായിട്ടുള്ള ആള്,
ശിഷ്യനാക്കാൻ പറ്റാത്ത ആളുകളെയാണ് ഇയാൾ പോയിട്ട് പഠിപ്പിക്കുക. ശാസനാനർഹം നരം ഉപദിശതി. ഇയാളെ ശിഷ്യനാക്കാൻ പറ്റാത്ത ആളുകളെ പോയിട്ട് ഉപദേശിച്ച് ശിഷ്യനാക്കാൻ വേണ്ടി നോക്കും, അവരെ പഠിപ്പിക്കാൻ നോക്കും. ശൂന്യം ഉപാസത, ശൂന്യമായിട്ടുള്ള ഒരു സാധനത്തിന് ഉപാസിക്കും. ലക്ഷ്യമില്ലാത്ത ഒരു സാധനത്തിന് ഇയാൾ ഉപാസിക്കും. ശൂന്യം ഉപാസത ലക്ഷ്യഹീനം വസ്തു സേവത യശ്ച കദര്യം ഭജത. യാതൊരാള് കദര്യത്തിന് നിന്ദ്യമായ വസ്തുവിനെ ഭജത എന്ന് പറഞ്ഞാൽ സേവിക്കുന്നു എന്നർത്ഥം. ഉപാസതയെ ഭജത എന്നൊക്കെ ഏകദേശം ഒരേ അർത്ഥമാണ്. മൂഢചേതസം ആഹു, അവനെ മൂഢമായ മനസ്സോടുകൂടിയവൻ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ വേണമെങ്കിൽ ഇനിയിപ്പം യൂണിറ്റ് 2 45 മുതൽ 52 വരെയുള്ള ശ്ലോകങ്ങളിൽ ഇനിയിപ്പോൾ പണ്ഡിതന്റെ കാര്യം തന്നെയാണ് വീണ്ടും പറയുന്നത്. ഇതാനയും പണ്ഡിത ക ഇത് വിശദയതി. ആരാണ് പണ്ഡിതൻ എന്ന് പറയാണ്. ഇതിൽ 8 പദ്യമുണ്ട്. നമുക്ക് നോക്കാം. അർത്ഥം മഹാന്തം ആസാദ്യ വിദ്യാം ഐശ്വര്യമേവച വിചരത്യസമുന്നദ്ധോയസ പണ്ഡിത ഉച്യതേ. മഹാന്തം അർത്ഥം വിദ്യാം ഐശ്വര്യം ഏവ വാ ആസാദ്യ അസമുന്നദ്ധ വിചരതി സ പണ്ഡിത ഉച്യതേ. മഹാന്തം അർത്ഥം, യാതൊരാളാണോ വളരെ വലിയതായിട്ടുള്ള ധനത്തിനെയും വിദ്യയെയും വിദ്യാ ഐശ്വര്യം ഏവ വാ വിദ്യയെയോ ഐശ്വര്യത്തിനെയോ ഒക്കെ നേടിയിട്ട്, ആസാദ്യ എന്ന് പറഞ്ഞാൽ നേടിയിട്ട്, അസമുന്നത വിചരതി. അസമുന്നത എന്ന് പറഞ്ഞാൽ നത്ത എന്ന് പറഞ്ഞാൽ നമസ്കരിച്ചവൻ, ഉന്നത മുകളിലേക്ക് നമസ്കരിച്ചവൻ ചാൽ തല പൊന്തിച്ച് നടക്കുന്നവൻ. സമുന്നത ഒട്ടും അഹങ്കാരമില്ലാണ്ട് അഗർവിതഹാസൻ വിചരതി പ്രവർത്തതയെ, യാതൊരു അഹങ്കാരവും ഇല്ലാണ്ട് ധാരാളം പണമൊക്കെ ഉണ്ട്, വിദ്യയും ഐശ്വര്യവും എല്ലാ സാധനവും ഉണ്ടായിട്ട് അയാൾ അഹങ്കാരമില്ലാണ്ട് നടക്കുന്നുവോ അയാളെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത് എന്നർത്ഥം. സ പണ്ഡിത ഉച്യതേ. ഏക സമ്പന്നം അശ്നാദി 46 ശ്ലോകം. ഏക സമ്പന്നം അശ്നാദി വസ്തേവാസശ്ച ശോഭനം യോസം വിഭജ്യ ഭൃത്യേഭ്യ കോ നൃശംസതരസ്തത. അതിന്റെ അർത്ഥം നോക്കിക്കോളൂ. അന്വയ എന്നുള്ള ഭാഗത്തിലേക്ക് നോക്കിയാൽ മതി. യഹ ഭൃത്യേഭ്യ അസംവിഭജ്യ ഏക സമ്പന്നം അശ്നാതി ശോഭനം വാസശ്ച വസ്തയെ തഥ നൃശംസതരഃ കഃ അസ്തി. യാതൊരാള് ഭൃത്യന്മാർക്ക് ഒന്നും തൻ്റെ യാതൊരാള് ഭൃത്യന്മാർക്കൊന്നും സംവിഭാഗം ചെയ്തിട്ട് കൊടുക്കാണ്ടായി, ഭൃത്യന്മാർക്ക് വേണ്ടുന്നതൊക്കെ കാര്യങ്ങളൊന്നും കൊടുക്കാതെ, അന്നവസ്ത്രാദികളൊന്നും കൊടുക്കാതെ, ഏകഹ സമ്പന്നം അശ്നാദി ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് സുഭിക്ഷമായിട്ട് കഴിക്കുക, ഭക്ഷണം കഴിക്കുക. അവർക്കൊന്നും അവർക്ക് കൂട്ടാനുള്ള, അവർക്ക് വേണ്ടുന്ന അന്നവസ്ത്രാദികളൊന്നും കൊടുക്കാണ്ട് ഇയാൾ സമ്പന്നമായിട്ട് കുറേ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇയാൾ മാത്രം കഴിക്കുകയാണ്. തതഹ നൃശംസതരഃ ക അസ്തി. അവനേക്കാളും ദുഷ്ടനായിട്ടുള്ളവൻ ആരാണുള്ളത്, അയാളെക്കാളും ക്രൂരനായിട്ടുള്ളത് ആരാണുള്ളതെന്ന് ചോദ്യമാണ്. അപ്പോൾ ആരുമില്ല എന്നർത്ഥം, അയാൾ തന്നെയാണ് ക്രൂരൻ. ഏകഹ അടുത്ത ശ്ലോകമാണ്. ഏകഹ പാപാനി ഗുരുതേ 46 പറഞ്ഞു. ഇനിയിപ്പോൾ 47. ഏകഹ പാപാനി ഗുരുതേ ഫലം ഭുക്തേ മഹാജന ഭോക്താരോ പ്രിയം വിപ്രം ഉച്യന്തേ കർത്ത ദോഷേണ ലിപ്യതേ. ഇവിടെ പറയാം, ഏകഹ പാപാനി ഗുരുതേ, ഒരാൾ ദുഷ്ടകർമ്മമാണ് ചെയ്യുന്നത്. ഏകഹ പാപാനി ഗുരുതേ, ഒരാൾ പാപം ചെയ്യുന്നു. മഹാജനഹ ഫലം ഭുക്തേ, അതിൻ്റെ ഫലം ഒക്കെ അനുഭവിക്കുന്നത് മറ്റാളുകളെ കൂട്ടമാണ്. ഒരാൾ പാപം ചെയ്യുന്നു, മറ്റുള്ളവർ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നു. ഭോക്താരഹ വിപ്രമുച്യതയെ. ഈ അപ്രകാരം ഈ മറ്റുള്ള ആളുകൾ ചെയ്തിട്ടുള്ള, ഒരാൾ ചെയ്തിട്ടുള്ള പാപം മഹാജനങ്ങൾ
അനുഭവിക്കേണ്ടി വരുന്നു, മറ്റുള്ള ആളുകൾ അനുഭവിക്കേണ്ടി വരുന്നു. ആ അനുഭവിക്കുന്ന മറ്റുള്ള ആളുകൾ വിപ്രമുച്യത, അവര് ഈ പാപത്തു നിന്നൊക്കെ മുക്തന്മാരാകും. വിപ്രമുച്യതയെ വിശേഷേണ പ്രകർഷേണ മുച്യത, അവർക്ക് യാതൊരു പാപം ഉണ്ടാവില്ല, അവര് മോക്ഷത്തിന് നേടുന്നു. കർത്താ ദോഷേണ ലിപ്യത, ഈ പാപം ചെയ്തിട്ടുള്ള ആള് പാപകർമ്മ പാപാചരണ ദോഷേണ യുക്തോ ഭവതി കളങ്കേന ലിപ്യത, അയാൾക്ക് ഒരു കാലത്തും അയാളെ മേന്ന ആ ദോഷം പോവില്ല. കർത്താ ദോഷേണ ലിപ്യത, ആ പാപം യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ള ആള് ആ ദോഷം കൊണ്ട് ലേപനം ചെയ്യപ്പെടും. അയാളെ മേലൊക്കെ ഇങ്ങനെ ആ ദോഷം അടിച്ചു പൂശിയിട്ടുണ്ടാവുന്നർത്ഥം. ലേപനം ചെയ്യാന്ന് പറഞ്ഞാൽ അയാളെ മേല് പുരട്ടുക എന്നർത്ഥം. ഏകം ഹന്യാന്നവാ ഹന്യാത് ഇഷുമുക്തോ ധനുഷ്മത ബുദ്ധിമതോത്സൃഷ്ട ഹന്യാത് രാഷ്ട്രം സ രാജകം. 48ാമത്തെ പദ്യം. ഏകം ഹന്യാ